ഹായ് ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളെ ഗോപുരം. കൊല്ലത്തിൽ ആണ്ടിയൂട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പഴനിക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ല, 2 സീറ്റ് ഒഴിവുണ്ടായത് കൊണ്ട് അങ്ങനെ ഞാനുമായിട്ട് പോയതാണ്. നമ്മൾ നേരത്തെ പേര് കൊടുത്തിട്ടുണ്ടായിന്. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. അന്ന് ചായ കുടിച്ചിറങ്ങി. ബസ്സിൽ നിന്ന് അങ്ങനെ ഒരു മടുപ്പായിരിക്കും വന്നിട്ട്, കാരണം എല്ലാവരും നല്ലൊരു മൂഡിലായിരുന്നു. പാട്ടും ഡാൻസും കുറേ കോമഡി, അങ്ങനെ ആരും വെറുതെ ഇരുന്നിട്ടുണ്ടായിട്ട. കുഞ്ഞിനെയും കൊണ്ട് പോയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിന്. അവന് കളിക്കാൻ സ്ഥലമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇത് കൊയിലാണ്ടി പാറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ കുറച്ച് നേരം കാറ്റും കൊണ്ട് എല്ലാവരും ഫുഡും കഴിച്ച് വിശ്രമിച്ചു. പിന്നെ വണ്ടി കയറി മൂവി കണ്ടു. അങ്ങനെ കുറച്ച് നേരത്തേക്കുള്ളതായി, കുറച്ച് സമയം പോയി. പിന്നെ വീണ്ടും ഇപ്പുറം നോക്കി. പിന്നെ നൈറ്റായപ്പം വീണ്ടും ഫുഡ് കഴിക്കാൻ കയറി. ഫുഡും കഴിച്ച് റൂമിലെത്തി. പിന്നെ പഴനീൻ്റെ എല്ലാ വ്യൂ ഒന്നൊക്കെ എടുക്കാൻ പറ്റിയിട്ട കുറച്ചെല്ലാം എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഉള്ളിൽ കയറുന്ന നേരം ചെക്കിങ് ഉണ്ടായിന്. അന്നേരം ഫോൺ ഇപ്പം അന്നൊരു നിയമം വന്നത്, ഫോൺ ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള നിയമം. അതുകൊണ്ട് ഞാൻ പെട്ടു. ബാക്കിയെല്ലാവരും ഏകദേശം ആൾക്കാരും ഫോൺ കൊണ്ടുപോയി. എൻ്റെ ബാഗ് തുറക്കാൻ പറഞ്ഞു. അതിൻ്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലോക്കറിൽ വെച്ചിട്ട് പിന്നെ മെല്ലെ നീങ്ങി. അവിടെ എല്ലാ ഒന്നും കിട്ടിയില്ല. കുറച്ചൊക്കെ ഫോൺ വേറെ എല്ലാം അഡ്ജസ്റ്റ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കാം. രാവിലെ 4:30 ആകുമ്പോൾ റെഡി ആവണമെന്നിട്ട് എല്ലാവരും ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു. നേരം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. പഴനിയിലെത്തുന്നതിന് മുന്നേ കുറേ അമ്പലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം കയറി വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളവരെല്ലാം ഉണ്ടാവും. എല്ലാവർക്കും നടക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെ കാലിന് പ്രശ്നമുള്ളവരെല്ലാം ഉണ്ടാവും. അപ്പോൾ ചിലവർ ട്രെയിനിൽ പോവും. അങ്ങനെ നടന്നിട്ട് പോകാൻ ട്രെയിനിൽ പോകേണ്ടവർ വേറെ വഴിയിൽ കൂടി പോയി. ഈ അപ്പുറം ഫുള്ള് കച്ചവടക്കാരാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ മറ്റേ കുറിയും ഭസ്മവും കർപ്പൂരം എന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും. കുറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കേണ്ടി വരും. വെക്കുമ്പോൾ പൈസ വേണമെന്നൊന്നും പറയൂല. അങ്ങനെയെല്ലാം ഒരു തരം പറ്റിക്കുന്ന ഒരാൾക്കാരാണ് നാടെല്ലുള്ളത്. അതാണ് പഴനി മല. കയറുമ്പോൾ കുറച്ചൊരു പ്രയാസമുണ്ട്. മല കയറിയിട്ട് നമ്മൾ മുകളിലെത്തി. ഇപ്പോൾ ഈ കാണുന്ന പെണ്ണുങ്ങളെ പോലെ കുറേ പെണ്ണുങ്ങളുണ്ടാവും, ആൾക്കാരിലുണ്ടാവും. അവരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കുറിയോ നോക്കലും വെച്ചൊരു അവസാനം നമുക്കൊന്ന് ദക്ഷിണ അവർ ചോദിക്കും. അന്നേരം അത് കൊടുക്കണം. പിന്നെ അഭിഷേകം ചെയ്ത പാല് ബാക്കിയുള്ള ചായക്കെല്ലാം എടുക്കും. ഒന്ന് ഇപ്പുറം ഒന്ന് ഒഴിക്കുന്നുണ്ടാവും, ഒന്ന് അപ്പുറം ഒഴിക്കുന്നുണ്ടാവും. അങ്ങനത്തെ കുറേ സംഭവം ഞാൻ അവിടെ കണ്ടു. അങ്ങനെ ഒരുതരം ബിസിനസ് തട്ടിപ്പാണ് ഫുള്ള് നടക്കുന്നത്. മുകളിലേക്ക് കയറിയ പോലെ തന്നെ അതേ ഒരു വഴിയിൽ താഴെ കീഴണമെന്നില്ല, വേറെയും വഴിയുണ്ട്. അതിൽ കുറച്ച് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ടാറ്റു അടിക്കാൻ വേണ്ടി എനിക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിന്. വെറുതെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവരതിൻ്റെ ഈ സൂചിയൊന്നും മാറ്റൂല. പല ആൾക്കാരും വന്ന് ടാറ്റു ചെയ്യുന്നതല്ലേ. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. നല്ല ചൂടാണ്, നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് കടയിൽ കയറുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു പെണ്ണുങ്ങ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട. അപ്പം ഞാൻ ഇത് ആദ്യം കണ്ടിനി. അന്നേരം ഞാൻ പൊയ്ക്കോന്ന് പറഞ്ഞു വിട്ടിന് ആ പെണ്ണുങ്ങളെ. രണ്ടാമത് ഏട്ടനെ വീഡിയോ എടുക്കുന്നവർക്ക് കെണിഞ്ഞതാണ്. കെണിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ഇപ്പുറം തീരുന്ന സമയം കൊണ്ട് കുഞ്ഞിൻ്റെ കയ്യിൽ പെണ്ണുങ്ങ കളിക്കുന്ന കൊടുത്തു. കുഞ്ഞത് കണ്ടിട്ട് കരയുന്നുണ്ട്. ഈ പെണ്ണുങ്ങ കൈമ കൊടുത്തു. പിന്നെ കുഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കില്ലല്ലോ. പിന്നെ പെണ്ണുങ്ങ പൈസ ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പൈസ മേടിക്കുക, അങ്ങനത്തെ എല്ലാം തട്ടിപ്പാണ്. പിന്നെ കുഞ്ഞത് വാങ്ങിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വാങ്ങൂല. അതും അങ്ങനെയാണ്. അങ്ങനെയൊന്നും എല്ലാം അത്രക്കും സൂക്ഷ്മതയോടെ നടക്കണം അവിടെ.
കാല് പൊള്ളിയിട്ടാണെങ്കിൽ നിൽക്കാനും കഴിയില്ല. അടുത്തടുത്ത് കടയുണ്ടായതുകൊണ്ട് പിന്നെയും കുറച്ച് ഭാഗ്യം. അത്രയ്ക്ക് ഒരാളോട് കടയിൽ കയറി ചൂട് എത്ര ഡിഗ്രിയാണ് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു 100 ഡിഗ്രിന്ന്. അപ്പോൾ അത്രയാന്ന് ആലോചിക്കാനില്ലല്ലോ. ആ സമയത്ത് എൻ്റെ ഫോൺ അപ്പോൾ ലോക്കറിൽ തന്നെ ഉണ്ടായത്. വേറെ ആൾ വരാനുണ്ട്, അവർ വന്നിട്ട് വേണം ഇനി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേഗം വിട്ടു. കഴിയുന്നില്ല, ഭയങ്കര ചൂട്. പുറത്ത് നിൽക്കാനേ ആവില്ല. ഇത് മീത്തലിലെ വ്യൂ ആണ്. ജനലിൻ്റെ അടുത്തേ കൂടി നോക്കിയാൽ കാണുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് മല കാണാൻ കഴിയും. നല്ല ലൈറ്റാണ്, നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ടൊക്കെ കാണാൻ. പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ചു വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ഇതുവരേക്കും ഓക്കെ, ബായ്.